നമ്മൾ കുറച്ച് വലിയ പ്രതിസന്ധിയിലെ ദിവസങ്ങളിലൂടെയും മണിക്കൂറുകളിലൂടെയൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നുപോയത്. അതിനെല്ലാം കുറേ കൂടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആ രീതിയിൽ കുറച്ചുകൂടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലേക്കും കുറച്ചുകൂടെ പ്രതീക്ഷകളുള്ള ദിവസങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്ന രാജ്യം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്ന് പറയാം. കാരണം കുറേ ദിവസമായി, കഴിഞ്ഞൊരു 10 ദിവസത്തിലധികമായി കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ പഹൽഗാമിന് ശേഷമുണ്ടായിട്ടുള്ള പ്രത്യാക്രമണം സംബന്ധിച്ചും അതിൻ്റെ മറ്റ് കെടുതികളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ലോകം മുഴുവൻ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഏതായാലും അതിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. നമുക്കറിയാവുന്നതുപോലെ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ ഒരു ധാരണയിലെത്തി. അതിനുശേഷം പ്രകോപനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ആയി നമുക്ക് കുറച്ചുകൂടെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തിൻ്റെ അതിർത്തി മാറുന്നു എന്ന് പറയാം. ഏതായാലും ഇന്ന് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട DGM അടക്കമുള്ള ആളുകളുടെ എല്ലാം കൂടുതൽ ആശയവിനിമയവും അതുമായി ബന്ധപ്പെട്ട ബ്രീഫിങ്ങും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർ നടത്തുന്ന കൂടിയാലോചനകളുണ്ട്. പാകിസ്ഥാനുമായിട്ട് നെഗോസിയേഷൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ വാർത്തകളിലേക്കായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ പോവുക. പക്ഷേ തലക്കെട്ടുകളിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ വാർത്തകൾ. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പിന്നീടും പ്രകോപനം തുടരുന്ന സാഹചര്യം സംബന്ധിച്ചുള്ള വാർത്തകളുടെ തുടർച്ചയിലേക്കാണ് ഇന്ന് മലയാളത്തിലെ പത്രങ്ങളടക്കം പോയിട്ടുള്ളത്. ഇന്ന് പാകിസ്ഥാനോട് ഇന്ത്യ പറയുന്ന തിരിച്ചടിക്കാൻ ഇനിയും മടിക്കില്ല, പ്രകോപിപ്പിക്കരുത് എന്ന തലക്കെട്ടോടെയാണ് മലയാള മനോരമ ഒന്നാം പേജ് തുടങ്ങുന്നത്. അതിൻ്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് ഒന്നാം പേജിലും ഉൾപേജുകളിലെല്ലാം മലയാള മനോരമ നൽകിയിട്ടുള്ളത്. കാരണം തകർത്ത പാകിസ്ഥാൻ ക്യാമ്പുകൾ എണ്ണിപ്പറഞ്ഞ് ഇന്ത്യ എന്നുള്ള ഒരു സബ് സ്റ്റോറി കൂടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞതുപോലെ സർവകക്ഷി യോഗത്തിലാണ് ആദ്യമായി രാജ്നാഥ് സിംഗ് ഭീകരരെ വധിച്ചതിനെ സംബന്ധിച്ച കണക്ക് പറയുന്നത്. അത് 100-ലധികം ഭീകരരെ വധിച്ചു എന്നുള്ള പ്രതിരോധ മന്ത്രിയുടെ പരാമർശമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. അത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ, തുടർ ചർച്ചകൾ, സൈനിക തലത്തിലുള്ള തുടർ ചർച്ച ഇന്ന് നടക്കുന്നത്, ഇതെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായും അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. മറ്റൊന്ന്, പുൽവാമയിലെ പങ്ക് സമ്മതിച്ച് പാകിസ്ഥാൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. കാരണം അതൊരു വലിയ വെളിപ്പെടുത്തലാണ്. നേരത്തെ പുൽവാമ സംഭവത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി പാകിസ്ഥാൻ രാജ്യം അതിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ പങ്ക് നിഷേധിച്ചിരുന്നു. ഇന്ത്യ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ പോലും ഏതായാലും അതുകൂടെ സമ്മതിക്കുന്നു എന്നുള്ള സാഹചര്യം വരുന്നത് പാകിസ്ഥാൻ്റെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട പങ്കിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതാണ് ഇന്ന് മലയാള മനോരമയുടേതാണെങ്കിൽ. മറ്റൊന്ന്, ലക്ഷ്യം നേടിയ പ്രഹരം എന്ന് മാതൃഭൂമി പറയുന്നു. കൊല്ലപ്പെട്ടത് 40ഓളം പാകിസ്ഥാൻ സൈനികർ എന്ന് മാതൃഭൂമി പറയുന്നു. ഒപ്പം അതായത് അവരുടെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയാണ് മാതൃഭൂമി ഇന്ന് ഇക്കാര്യം ഒന്നാം പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ വാർത്ത. അതിൽ തന്നെ പുൽവാമ നേരത്തെ പറഞ്ഞതുപോലെ വ്യോമസേന ഓഫീസർ ഈ പങ്ക് സമ്മതിച്ച കാര്യം വളരെ ക്ലിയറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഒന്നാം പേജിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടല്ലാത്തൊരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷേ എങ്കിലും ഒരു പ്രത്യാശയുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് മാർപ്പാപ്പ എന്നുള്ള ഒരു വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഇത് മനോരമയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും പുൽവാമയുടെ ഒരു റെപ്പർക്കഷൻസ്, അല്ലെങ്കിൽ പഹൽഗാമിൻ്റെ തുടർന്നുള്ള അതിൻ്റെ തുടർന്നുള്ള പ്രത്യാഘാതം, അതിൻ്റെ പ്രത്യാക്രമണം, തുടർന്നുണ്ടായ നിരവധി സംഘർഷങ്ങൾ എല്ലാം തന്നെയാണ് ഏതായാലും പ്രധാനമായി പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഇനി ഉണ്ടാക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ രാജ്യത്തെ, ലോകത്തെ, പാകിസ്ഥാനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച വാർത്തകളും വിശദാംശങ്ങളും കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയാം. കാരണം ഇത് നമ്മുടെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ ഇന്ന് തുറക്കും എന്നുള്ളത് സംബന്ധിച്ച കാര്യം. പൂർണ്ണമായിട്ടും വിമാനത്താവളങ്ങൾ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചർച്ച നിർണായകമാണ് എന്ന് മലയാള മനോരമയിൽ ഒന്നാം പേജിൽ പറയുന്നുണ്ട്. ഒപ്പം എന്നാണ് ഇത് കംപ്ലീറ്റായിട്ട് ഫുൾ ഓപ്പറേഷൻസിലേക്ക് പോകുന്നത്, അതായത്
വിമാനത്താവളങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ന് പോകും. മറ്റൊന്ന്, ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രഖ്യാപിക്കുന്ന പണപ്പെരുപ്പ നിരക്കിനെ കുറിച്ചുള്ള അത് അനുകൂലമാകും എന്നത് സംബന്ധിച്ചും ഓഹരി വിപണിക്ക് കൂടെ ഇത് അനുകൂലമായ സമാധാനത്തിൻ്റെ സമയമാകുമോ എന്ന കാര്യം ഇന്ന് പത്രങ്ങളിലുണ്ട്. മറ്റൊന്ന് നമുക്ക് പറയാവുന്നത് IPL വീണ്ടും തുടരാൻ പോവുകയാണ്. അതായത് നിർത്തിവെച്ച IPL ഈ ആഴ്ച തന്നെ തുടരും എന്നുള്ള മറ്റൊരു സന്തോഷ വാർത്തയും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തരത്തിലുള്ള ചലനങ്ങൾ ഇത് സമൂഹത്തിൽ സൃഷ്ടിച്ചു, എന്തൊക്കെ തരത്തിൽ ഇനി ഓരോ മേഖലയെയും നമ്മൾ തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാം പേജിൽ ഈ ഷെല്ലാക്രമണം നടന്ന മേഖലയിലെ വീടുകളിലേക്ക് അവിടുത്തെ കശ്മീരി ജനതയടക്കം പഞ്ചാബിലെ ഗ്രാമങ്ങളിലെ മനുഷ്യർ തിരിച്ചു വരുന്നതിൻ്റെ കാഴ്ചയും അതിൻ്റെ ചിത്രങ്ങളും ഉണ്ട്. ഏതായാലും ഹിന്ദുവിൻ്റെ ഒന്നാം പേജിലും അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതായത് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ഹോപ്പ് ടു റിട്ടേൺ ഹോം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ജമ്മു കാശ്മീരിലടക്കം ഈ മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്ക് അവിടുന്ന് മാറ്റപ്പെട്ടവർ തിരിച്ചു വരുന്ന കാര്യം തന്നെയാണ് ഹിന്ദു ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. പുതിയ പാപ്പയുടെ ചിത്രം നൽകിയിരിക്കുന്നു. ഒപ്പം ഹെവി ലോസസ് ഉണ്ടായിട്ടുള്ള കാര്യം, പാകിസ്ഥാൻ മിലിറ്ററിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ നാശനഷ്ടത്തെക്കുറിച്ച് DGMO പറയുന്ന, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അവർ പറയുന്ന കാര്യം കൂടെ ഹിന്ദു ചേർത്തിരിക്കുന്നു. ഹിന്ദു ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നൽകിയിട്ടുള്ള ഒരു ദിവസമാണ്. ദേശാഭിമാനിയിൽ നോക്കിയാൽ ദേശാഭിമാനി ഈ വാർത്തകളിലേക്ക് തന്നെയാണ് പ്രധാനമായി പോയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകരമായ ചില കാര്യങ്ങൾ കൂടെ ദേശാഭിമാനി ചേർത്തിട്ടുണ്ട്. അതിൽ എഡിറ്റോറിയൽ പേജിലുള്ള ജോൺ ബ്രിട്ടാസിൻ്റെ എഴുതിയ ലേഖനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വെടിവെച്ച് നിലക്കുമ്പോൾ പെയ്തിറങ്ങുന്ന ചോദ്യങ്ങൾ എന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ എഡിറ്റോറിയൽ പേജിലെ ലേഖനം. അതിൽ പഹൽഗാമിലെ മായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയടക്കമുള്ള വിഷയങ്ങൾ കുറിച്ച് വളരെ കൃത്യമായ തരത്തിലേക്കുള്ളൊരു ഊന്നൽ നൽകിയിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ ഉള്ള മറ്റു വാർത്തകളുടെ ദിവസം കൂടിയാണിത്. കാരണം ഒന്ന്, വീക്ഷണം അടക്കം എല്ലാ പത്രങ്ങളും, മാതൃഭൂമി അടക്കമുള്ള എല്ലാവരും നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാധ്യമമാണ്. മാധ്യമത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പലതരത്തിലുള്ള ആംഗിളുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഒന്ന്, ഈ അതിർത്തി ശാന്തമാണ് എന്ന് മാധ്യമം പറയുന്നു. ഒപ്പം ഇത് സംബന്ധിച്ച മധ്യസ്ഥതയുടെ അവകാശവാദം സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ എന്ന് മാധ്യമം പറയുന്നുണ്ട്. ഏതായാലും അത് ഒരു തർക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് JD വാൻസ് അടക്കം അല്ലെങ്കിൽ ട്രംപ് അടക്കം നടത്തി, അതുപോലെ തന്നെ പാക് നയതന്ത്ര തലത്തിൽ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഏതായാലും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ടല്ലാത്തത്, ഇന്ന് എല്ലാ പത്രങ്ങളും കായിക പേജുകളിൽ നൽകിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത ത്രിരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് എന്നുള്ളതാണ്. അതിൽ സ്മൃതി മന്ദാനയെ പോലെ ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിലെ, വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, ലോക ക്രിക്കറ്റിലെ തന്നെ എന്ന് പറയാവുന്ന സ്മൃതി മന്ദാനയുടെ സെഞ്ചുറിയും ഇന്ത്യയുടെ വിജയവും മാധ്യമം നൽകിയിരിക്കുന്നു. ഈ വാർത്ത തന്നെ മനോരമയും അടക്കം നൽകിയിട്ടുണ്ട്. ഒപ്പം ബാഴ്സയുടെ വിജയം സംബന്ധിച്ച വാർത്ത മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ബാഴ്സ ക്ലാസിക്കോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മാതൃഭൂമിയും നൽകിയിട്ടുള്ളത്. ഇന്ന് ഒരു കൗതുക വാർത്ത എന്ന് പറയാവുന്നത് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നടൻ രജനീകാന്ത് ജയിലർ 2 സിനിമയുടെ ചിത്രീകരണത്തിനായി കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു ചിത്രം ഏതായാലും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അത് ആഡ് ചെയ്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഹിന്ദുവിൽ അത് സംബന്ധിച്ച് വളരെ രസകരമായ ഒരു, അല്ലെങ്കിൽ നമ്മൾ കൗതുകകരമായി വായിക്കേണ്ട ഒരു വാർത്തകൾ ചിലത്. ഒന്ന്, ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്രോസ് ബോർഡർ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ ഈ നദീജല കരാറിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഹിന്ദു പറയുന്നു. മറ്റൊന്ന്, ഇന്നലെ പത്രങ്ങൾ പ്രധാനമായി നൽകിയ ഒരു വാർത്തയാണ്. അതായത് പാൻഡമിക് ഡെത്ത് റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം, രാജ്യത്തെ ഗവൺമെൻറ് ഡേറ്റ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഉണ്ടായ മരണസംഖ്യയും തമ്മിലുള്ള വലിയ തരത്തിലുള്ള അന്തരം സംബന്ധിച്ച് വിശദമായൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ അനാലിസിസ് ഏതായാലും ഹിന്ദുവിൻ്റെ ഒപ്പീനിയൻ പേജ് 9 അവർ നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഒരുപാട് മരണസംഖ്യ വലിയ രീതിയിൽ പൂഴ്ത്തിവെച്ചു എന്നുള്ള, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്രയും വലിയ മരണം നടന്നിട്ടില്ല എന്ന മട്ടിൽ നൽകി എന്നുള്ളതാണ്. മറ്റൊരു ഇന്ന് നമ്മൾ ഓർക്കേണ്ടതും വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ലതിക എന്ന് പറയുന്ന ഗായികയുടെ
ആലാപനത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അവരെ ആദരിച്ചുകൊണ്ടുള്ളൊരു ചടങ്ങ് കൊല്ലത്ത് നടക്കുന്നു 18-ന് എന്നുള്ളത് ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ ആലപിച്ച സമ്മാനിച്ച കാതോട് കാതോരം അടക്കമുള്ള അങ്ങനെയുള്ള ധാരാളം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ലതികയുടെ പാട്ടിൻ്റെ 50 വർഷങ്ങൾ അത് ഉണ്ട്. മറ്റൊന്ന് ബംഗ്ലാദേശിലെ അവാമി ലീഗിൻ്റെ നിരോധനമാണ്. ദേശാഭിമാനിയും ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കം എല്ലാവരും നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത അതാണ്, അവാമി ലീഗിൻ്റെ നിരോധനം. അവിടെ എത്ര കണ്ട് വളരെ സങ്കുചിതമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ നിരോധിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ ബ്രേക്കിംഗ് സ്റ്റോറിയായിരുന്നു, നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയെന്ന് നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായി എന്നുള്ള വാർത്ത. ആ സ്വർണ്ണദണ്ഡ് തിരിച്ചു കിട്ടി എന്നുള്ള വാർത്ത ഏതായാലും ഇന്നത്തെ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഗ്മെൻറ്റ് ഇന്ന് വൈൻഡപ്പ് ചെയ്യും. കാരണം അതിൽ ഏറ്റവും പ്രധാനം ഇത്തവണത്തെ കശ്മീർ വിഷയത്തെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് ആക്രമണം, അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ എന്ന് പറയാം, അതിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് ഒരു ഡ്രോൺ വാറാണ് എന്നുള്ളതാണ്. നമ്മുടെ ലൈവിലൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു വാക്കാൽ. അത് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ വിശദമായി എഴുതിയിരിക്കുന്നു. ഇത്തവണ നടന്ന ഒരു ഡ്രോൺ വാറാണ്. കാരണം ആകാശത്ത് സത്യത്തിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, അതിൻ്റെ റെപ്പർക്കഷൻസാണ് ബാക്കി സംഭവിച്ചത് എന്നുള്ള മട്ടിലാണ്. ഏതായാലും ഇനിയുള്ള സമയത്തേക്ക് വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഹൈ എൻഡ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു യുദ്ധ സാഹചര്യമായിരിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ രാജ്യങ്ങൾ തമ്മിൽ സംഭവിക്കാം എന്നുള്ള കാര്യം ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ വളരെ വിശദമായി പറയുന്നു. ഞാൻ തൽക്കാലം നമ്മൾ അടുത്ത ദിവസം കാണാം. സേതു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു.